പണ്ട് നമ്മൾ പ്രമേഹത്തിനെ 40കൾ കഴിഞ്ഞുള്ള ഒരു രോഗമായിട്ടായിരുന്നു കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളാരിൽ വന്നാൽ അത് ടൈപ്പ് 1 പ്രമേഹമായിരിക്കും എന്ന് നമ്മൾ അങ്ങ് നാച്ചുറലി തരം തിരിച്ചു പോയിക്കൊണ്ടിരുന്നതാണ് പതിവ്. പക്ഷെ ഇപ്പോൾ ഏകദേശം ഒരു 10 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്കുള്ള ഒരുപാട് കുട്ടികൾ പ്രമേഹ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കാണാൻ വരാറുണ്ട്. അപ്പൊ അതിൽ നമുക്ക് കാറ്റഗറി തിരിക്കാൻ ഇവര് ടൈപ്പ് 1 പ്രമേഹ രോഗികളായിരിക്കുമോ, ടൈപ്പ് 2 പ്രമേഹ രോഗികളായിരിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകാറുണ്ട്. ഇത്തരം കുട്ടികളിലെ പ്രമേഹം നമ്മൾ അതിന് ചില സന്ദർഭങ്ങളിലെങ്കിലും ജനിതക പരിശോധനകൾക്കും മറ്റ് അഡീഷണൽ പരിശോധനകൾക്കും അവരെ വിധേയരാക്കേണ്ടി വരാറുണ്ട്. ഈ ഒരു പ്രായക്കാരിൽ പോലും ടൈപ്പ് 2 പ്രമേഹം കണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു ഭയജനകമായ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഇത്തരം ഈ പ്രായത്തിൽ വരുന്ന പ്രമേഹ രോഗികളിൽ മറ്റ് രോഗങ്ങൾ അല്ലെങ്കിൽ ജനിതക അവസ്ഥകൾ ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്.